السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. الحمد لله الحمد لله الحمد لله. യഥാർത്ഥത്തിൽ മറുപക്ഷം അവതരിപ്പിച്ച വിഷയാവതരണം തന്നെ മനസ്സിലെത്തി കേൾക്കുന്ന ഒരാൾക്ക് ഈ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന നയം തന്നെയാണ് ശരിയെന്ന് വളരെ കൃത്യമായി വരികൾക്കിടയിൽ നിന്ന് ബോധ്യമാകും എന്നതാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. ഇദ്ദേഹം വിഷയം തുടങ്ങിയപ്പോ ആയത്തും ഹദീസും ഇങ്ങനെ ഓരോന്നായി വായിച്ച് ഈസാ നബി സല്ലല്ലാഹു തുടങ്ങി വെച്ചതാണ് നബിദിനാഘോഷം എന്ന രൂപത്തിലാണ് കൊണ്ടുവന്നത്. അവരൊക്കെ പറയുമ്പോഴും മുപ്പര് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്, ഇത് പിൽക്കാലത്ത് ഉണ്ടായതാണല്ലോ, രാജാക്കന്മാരുണ്ടാക്കിയതാണല്ലോ, 6-ാം നൂറ്റാണ്ടിൽ വന്നതാണല്ലോ എന്ന് മുപ്പര് ഉള്ളിൽ തികട്ടി വരുന്നുണ്ട്. അതുകൊണ്ട് അവസാനം കൊണ്ടുപോയിട്ട് അസുഖമുള്ളത് പിന്നെ ഉണ്ടാക്കിയാൽ അത് കുഴപ്പമില്ല, അസുഖമില്ലാത്ത ഉണ്ടാക്കിയാലേ വിരത്താവുള്ളൂ എന്ന രൂപത്തിലേക്ക് പിന്നെ ഒരു മറി അവസാനം നമ്മൾ കണ്ടത്. അപ്പൊ യഥാർത്ഥത്തില് ഈസാ നബിന്റെ അന്ന് മുതൽ തുടങ്ങിയ സംഗതി, അതേപോലെ സ്വഹാബിമാര് പള്ളിക്ക് ഹലക്കുണ്ടാക്കിയിട്ട് അവിടെ ആ ഹലക്കം നിലർത്തി എന്ന് പറഞ്ഞ സംഗതി, ഉമർ ഖത്താബ് അംഗീകരിച്ചു എന്ന് പറഞ്ഞ ഒരു കാര്യം, ഒരുപാട് ആയത്തും ഹദീസും പറഞ്ഞ് അവർ റഹ്മത്താണ് മദ്ഹാണ് ഇത്ആമാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നിട്ട് അവസാനം മൂപ്പരിക്കാൻ തോന്നി ഇതൊക്കെ പറഞ്ഞാലും മൂപ്പർക്കും വിശ്വാസമില്ല, മൂപ്പരൊപ്പുള്ളവർക്കും വിശ്വാസമില്ല, മുജാഹിദിനൊക്കെ ഏതായാലും ഈ പറഞ്ഞത് ശരിയല്ലാന്ന് എനിക്ക് അറിയും ചെയ്യാം. അപ്പൊ ആ ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ തന്നെ വ്യക്തമാണ്. അപ്പൊ ചേളാരി സുന്നികളെ ഏകദേശം ഇത്രേ ഉള്ളൂ എന്നുള്ളത് ഈ ഒരു അവതരണത്തിൽ തന്നെ മനസ്സിലായി. ഏതായാലും കുറച്ചും കൂടെ ഒന്ന് ഒരുങ്ങിയിട്ട് വരാമായിരുന്നു, അല്ലെങ്കിൽ അതിന് പറ്റാവുന്ന ഒരാളെ കൊണ്ട് വിഷയം അവതരിപ്പിക്കാമായിരുന്നു എന്നാണ് എം ടി ദാരിമിയോടൊക്കെ ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. ഏതായിരുന്നാലും ആയത്ത് കുറെ ഓതി, ഹദീസ് കുറെ പറഞ്ഞു, പക്ഷെ അവസാനം ഈ പറഞ്ഞ പോലെ മൂപ്പരനെ അത് പൊളിക്കുന്ന രൂപത്തിലാണ് അവസാനത്തേക്ക് കൊണ്ടുവന്നത്. മാത്രമല്ല എന്താണ് നമ്മൾ വാദമായി രേഖപ്പെടുത്തിയത് അതിലേക്ക് യഥാർത്ഥത്തിൽ മൂപ്പർക്ക് വരാൻ എന്തോ ഒരു ബേജാറുണ്ട്. അതിങ്ങോട്ട് പറഞ്ഞു, റസൂലിനെ പൊരുത്തുന്നാണ്ട് പറഞ്ഞു എന്നല്ലാതെ അതിൽ നിന്ന് വല്ലാടൊന്നും പറയാതെ അത് ഇങ്ങനെ പിന്നെ വിചിത്രമായ വാദമാണ് എന്ന് പറഞ്ഞാൽ വിട്ടു. എന്നതിനപ്പുറത്ത് തങ്ങളുടെ വാദം എന്താണ് സമർത്ഥിക്കാൻ പോലും ശ്രമിച്ചിട്ടില്ല. ഇവിടെ യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനം എഴുതിയ വാദം അടിസ്ഥാനപരമായി റബീഉൽ അവ്വലിൽ നടത്തി വരാനുള്ള നബിയുടെ പിറന്നാളാഘോഷം ശറഇൽ ബിദ്അത്താണ്, അതിനാൽ ഹറാമുമാണ്. ഫെബ്രുവരി മാസം 2008 ഇസ്ലാഹി മാസികയിൽ വന്ന നിബന്ധനകളോടെയാണ് നബിയുടെ പിറന്നാളാഘോഷം കൊണ്ടാടുന്നതെങ്കിൽ അത് ശിർക്കുമാണ്. ഇതാണ് വാദം. അത് ശിർക്കല്ല, പുണ്യകർമ്മമാണ്, മുസ്തഹബാണ് എന്നാണ് നിങ്ങളുടെ വാദം. ആ വാദത്തെ കുറിച്ച് എന്താ ഇവിടെ പറഞ്ഞത്? ഇവിടെ പൊരുത്തമാഗ്രഹിക്കുന്ന ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞ് വിചിത്രവാദം എന്ന് പറഞ്ഞ് വിട്ടു എന്നല്ലാതെ യഥാർത്ഥത്തിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ അസുല് തന്നെ, അസുല് ഏതായാലും പൂർത്തിയാക്കി നിങ്ങൾക്ക് തർക്കമില്ലല്ലോ, ഇനി ബാക്കിയല്ലേ തീരുമാനിക്കാനുള്ളൂ. അത് സംവാദം കഴിയുമ്പോഴേക്ക് തീരുമാനമാവും ഇൻഷാ അല്ലാഹ്. അസുല് ഏതായാലും പൂർത്തിയാക്കിയിട്ടുണ്ട്, അല്യോം അക്മൽതു ലക്കും ദീനക്കും. അതിലൂടെ അസുല് പൂർത്തിയായി ഇപ്പൊ നിങ്ങളും സമ്മതിക്കുന്നത്. ഇനിയിപ്പോ ഫർഅ് പൂർത്തിയായിട്ടുണ്ടോ ഇല്ലേ, അത് ഇനിയിപ്പോ ഈ വക കുറച്ച് ധാരിമിമാരും പൈസമാരും കൂടി വന്നിട്ടാണോ ഫർഅ് പൂർത്തിയാക്കേണ്ടത്, അത് ഇൻഷാ അല്ലാഹ് നമുക്ക് തീരുമാനാക്കാം. ഏതായാലും അതിൽപ്പെട്ടൊരു അസുലാണ്. ഏത് അമൽ ചെയ്യുകയാണെങ്കിലും അത് റഹ്മാനായ റബ്ബിനെ പൊരുത്തം ആഗ്രഹിച്ചാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അത് മുസ്ലിം ലോകത്ത് തർക്കമില്ല. ഇസ്ലാഹി മാസിക ലേഖനം ആരംഭിച്ചു തന്നെ അങ്ങനെ തന്നെയാണ്. തുടക്കം തന്നെ ഒന്നാമത്തെ പാരഗ്രാഫിൽ തന്നെ ഇസ്ലാഹി മാസിക പറഞ്ഞത് എന്താ, സാധാരണയായി ഒരു മുസ്ലിം അനുഷ്ഠിച്ചു പോരുന്ന നിർബന്ധ കർമ്മങ്ങളും മറ്റു സുന്നത്തായ കാര്യങ്ങളും അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ചെയ്തു വരാറുള്ളത്. അള്ളാഹു അല്ലാത്തവരുടെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കൽ ശിർക്കാണെന്ന കാര്യത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ തർക്കമില്ല. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സംശയമന്നെ നിരോധിച്ച കാര്യമാണത്. ഇത് പറഞ്ഞിട്ടാണ് ആ ലേഖനത്തിന്റെ ഒന്നാമത്തെ പാരഗ്രാഫ് തന്നെ ഉള്ളത്. അതാണ് നമ്മുടെ മർമ്മം. ഇവിടെ മുജാഹിദുകൾ ശിർക്കാന്ന് എന്തിനെ കുറിച്ച് ഏത് രൂപത്തിലാണോ പറഞ്ഞത് അത് ശരിയല്ല എന്നും ഇസ്ലാഹി മാസികയിൽ പറഞ്ഞ നിബന്ധന പ്രകാരം ഉപാധി പ്രകാരം നബിയുടെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടുള്ള മൗലിദാഘോഷം ശിർക്കല്ല, അത് പുണ്യകർമ്മമാണ്, മുസ്തഹബാണ്. ഇതാണല്ലോ വാദം. എന്റെ വിഷയം അവതരിപ്പിച്ച സഹോദരന് അതിലേക്ക് ഒരു പ്രയാസം, എന്നിട്ട് പിന്നെ മദഹിന്റെ കുറെ തെളിവും അതേപോലെ പിന്നെ ഭക്ഷണം കൊടുക്കാനുള്ള തെളിവും ഒരുമിച്ച് കൂടാനുള്ള തെളിവും ഇങ്ങനെ തെളിവുണ്ടാക്കാൻ എന്തിനാ മുസ്ലിം ഇസ്ലാമിൽ തെളിവുണ്ടാക്കാൻ പറ്റുക? എന്തിനാ തെളിവുണ്ടാക്കാൻ പറ്റുക? ഇസ്ലാമിൽ ബിദഅത്തിന് സംഗതി ഉണ്ടാവോ? ഏത് ബിദഅത്തിനും ഇങ്ങനെയൊക്കെ ന്യായീകരിച്ചൂടെ? നിങ്ങൾ തന്നെ ബിദഅത്തായി അംഗീകരിച്ച ഒരു 4 ബിദഅത്തുകൾ പറയും, അത് മുഴുവൻ ഇങ്ങനെ തെളിവുണ്ടാക്കാൻ പറ്റൂലേ? ഇപ്പൊ റഗായിബ് നിസ്കാരം ബിദഅത്താന്ന് ഫത്ഹുൽ മുഈൻ അടക്കം പറഞ്ഞതാണ്. അതിന് വേണമെങ്കിൽ ഒരാൾക്ക് വാദിച്ചോളൂ. റുക്കൂഇന്റെ മഹത്വം, സുജൂദിന്റെ മഹത്വം, അതേപോലെ നൃത്തത്തിന്റെ മഹത്വം, ഖുർആനോത്തിന്റെ മഹത്വം, അത്തഹിയാത്തിന്റെ മഹത്വം, എന്നിട്ട് ഇതിന് ഏതാ കൂട്ടരെ കുഴപ്പമുള്ളത് എന്ന് വെച്ചാൽ എന്താ പറയാ? ഇനി ഒറ്റ വ്യഭിചരിക്കാൻ പോവുക,
ഇത് ഓൻ പറയാം എന്താ ഇപ്പൊ ഇതില് പ്രശ്നമുള്ളത് ഓൻ ചോദിക്കാം. അള്ളാഹു റസൂല് ഭാര്യമാരെ ചുംബിച്ചിട്ടുണ്ട്, അതാ അപ്പൊ അത് തെളിവായി. അള്ളാഹു റസൂല് ഭാര്യമാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, അത് തെളിവായി. ഇങ്ങനെ ഒരുത്തും തെളിവാക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ ചേളാവി സുന്നാകാനേ പറ്റുള്ളൂ, അല്ലാതെ ഇസ്ലാമിന്റെ അസലിക്ക് അതെന്തായാലും പറ്റൂല. ഇസ്ലാമിൽ ഒരു കാര്യം ഇബാദത്താകണോ അത് അള്ളാഹു പഠിപ്പിക്കണം, അള്ളാഹു റസൂല് പഠിപ്പിക്കണം. ആ റസൂൽ സ്വഹാബത്ത് പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാകണം. അതില്ലാത്ത കാലത്തോളം ആര് കൊണ്ടുവന്നാലും അത് ബിദ്അത്ത് തന്നെയാണ്, പുത്തൻവാദം തന്നെയാണ്. അതാണ് മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ എന്ന് അള്ളാഹു റസൂൽ പഠിപ്പിച്ചത്. അത് കൃത്യമായി പഠിക്കണേ വേണം. ഞങ്ങൾ പരിഭാഷ നോക്കി പഠിച്ചാൽ കുഴപ്പമില്ല, നിങ്ങൾ പരിഭാഷെങ്കിലും വായിച്ചിരുന്നുവെങ്കിൽ ഈ പ്രശ്നം വരൂലായിരുന്നു. നിങ്ങൾ അതും വായിച്ചിട്ടില്ല. ഞങ്ങൾ പരിഭാഷ നോക്കി, ശറഹും നോക്കി, ഇമാമിങ്ങൾ കൗലും നോക്കി, എല്ലാം നോക്കിയിട്ടുണ്ട്. നിങ്ങൾ ഒരു പരിഭാഷ പോലും നോക്കാതെ സ്വന്തം യുക്തി കൊണ്ട് മാത്രം നിങ്ങൾ വ്യാഖ്യാനിച്ചു കൊണ്ടു എന്നതാണ് നിങ്ങൾക്ക് വന്ന ഏറ്റവും വലിയ അബദ്ധം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞ ഓരോ വിഷയം നോക്കി അവിടെയൊക്കെ നിങ്ങളെ വക നിങ്ങൾ സ്വന്തം കൊടുത്ത് വ്യാഖ്യാനമില്ലാതെ വേറെ എന്താ ഉള്ളത്? ഓരോന്നിനും ബിഫദില്ലാഹി ബിറഹ്മതിഹി എന്ന ആയത്തുകൾ കൊണ്ടുവന്നു. എന്നിട്ട് റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിൽ സന്തോഷ പ്രകടനം നടത്തണം എന്നാക്കി മാറ്റി. അത് എവിടുന്ന് കിട്ടിയത്? ഏതെങ്കിലും സറഹിലുണ്ടോ, തഫ്സീലുണ്ടോ, ഏതെങ്കിലും പരിഭാഷയിലുണ്ടോ? എവിടെയും കാണുക. നിങ്ങളിങ്ങനെ പറഞ്ഞു പോരാന്നല്ലാതെ. അപ്പൊ നിങ്ങൾ പരിഭാഷ പോലും നോക്കിയിട്ടില്ല എന്നതാണ് ഈ പ്രശ്നത്തിന് കാരണം. മുബശ്ശിറൻ ബി റസൂലിൻ എന്നാ പറഞ്ഞു, റസൂല ജനിക്കാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത ഈസാ നബി അറിയിച്ചിട്ടുണ്ട്. ഈ ആയത്തിൽ നിങ്ങൾ പറഞ്ഞ രൂപത്തിൽ ആരെയും വ്യാഖ്യാനിച്ചത് എവിടെയുള്ളത്? ഒരു തഫ്സീറിലും ഇല്ല, ഒരു പരിഭാഷയെ പോലും കാണാൻ കഴിയില്ല. എന്നിട്ട് ഇതൊക്കെ നോക്കി പഠിച്ച് കൃത്യമായി ഇസ്ലാമിക പ്രമാണങ്ങളെ ശരിയായ വിധം ഉൾക്കൊള്ളുന്ന ആളുകളെ ആക്ഷേപിക്കുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്ത് മറ്റൊന്നില്ല. ഇനി റുസിഖ്തു ഹുബ്ബഹ എന്ന് ഖദീജ ബീവിന്റെ വിഷയത്തിൽ പറഞ്ഞതാ. അതെന്താ? ആ പിന്നെ സ്നേഹം പ്രകടിപ്പിക്കാനാണ് ഞാൻ നടക്കുന്നത് എന്നാണ് അർത്ഥം. എവിടെ അർത്ഥം കിട്ടിയത്? അപ്പൊ ഇങ്ങനെ സ്വന്തം വക വ്യാഖ്യാനം കൊടുത്തിട്ട് സാധാരണക്കാരെ പുട്ടീസാക്കുന്ന രൂപത്തിൽ ഒരു സംവാദത്തിന് പറ്റൂല എന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുന്നതാണ്. അപ്പൊ ഇസ്ലാമിന്റെ അസ്ല് ഏത് വിഷയത്തിലും അത് അള്ളാഹുവിന്റെ വജ്ഹ് കാംക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം കാംക്ഷിച്ചുകൊണ്ട്, അവനെ റിള പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ് ഏത് അമലും, നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും അടക്കമുള്ള ഏതും ചെയ്യേണ്ടത്. ഇവിടെ യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യുന്നത് ഒരു ഇബാദത്തെ അല്ല, ഒരു പുത്തനാചാരം, ഒരു ബിദ്അത്താണ്. ഇവിടെ രണ്ട് പ്രശ്നമുള്ളത്. ഇസ്ലാഹി മാസിക പറഞ്ഞ പോലെ മുമ്പേ ദുർബല പിന്നെ ഗർഭിണി എന്നതാണ് യഥാർത്ഥത്തിൽ നബിദിനാഘോഷത്തിന്റെ വസ്തുത. അത് ബിദ്അത്താണ്, ദീനിൽ തെളിവില്ലാത്തതാണ്, പിൽക്കാലത്തുണ്ടായതാണ്. അതോടൊപ്പം അള്ളാഹു റസൂലിനെ പൊരുത്തം നിങ്ങൾ ആഗ്രഹിക്കുക വഴി അവിടെ അള്ളാഹുവിൽ പ്രവാചകരെ കൂടി നിങ്ങൾ പങ്കുചേർക്കുകയും ശിർക്ക് വെക്കുകയും ചെയ്യുന്നു എന്നതാണ് വസ്തുത. യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ ആയത്തും ഹദീസൊക്കെ നബിദിനം ആഘോഷിക്കാൻ തെളിവാണെങ്കിൽ, റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകമായ ഒരു ആഘോഷത്തിന് ന്യായമാണെങ്കിൽ മൂപ്പരിക്കന്നെ അറിയാൻ അങ്ങനെ കിട്ടൂല. അതുകൊണ്ടാണ് മൂപ്പര് ചോദ്യം റബീഉൽ അവ്വൽ തൊട്ട് മുമ്പാണെങ്കിൽ വിദേഹത്ത് അല്ലല്ലേതാ? റബീഉൽ അവ്വൽ തൊട്ട് മുമ്പ് സുന്നത്താ നിങ്ങൾ പറയുന്നുണ്ടോ? നിങ്ങൾ പറയും. അപ്പൊ ഞങ്ങൾ ബാക്കി പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്താ റബീഉൽ അവ്വൽ മാത്രം സുന്നത്തായി, അന്ന് മാത്രം എന്തൊരു ഫർളായി, അന്ന് മാത്രം എന്തൊരു ഈമാനും റഹ്മത്തൊക്കെ അപ്പം ഇങ്ങനെ ഓർമ്മ വരുന്നത്? അതിന് മുമ്പതൊന്നുമില്ലേ? അപ്പൊ അതുകൊണ്ട് ആ ഒരു പിന്നെ കുതന്ത്രമൊക്കെ തിരിച്ചറിയുന്നുണ്ട് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. യഥാർത്ഥത്തിൽ ഈ ആയത്തും ഹദീസും ഒക്കെ നബിദിനാഘോഷത്തിന് തെളിവാണെങ്കിൽ സ്വഹാബിമാരും താബിഈങ്ങളൊക്കെ ആണല്ലോ ഈ ആയത്തും ഹദീസും ആദ്യം കേട്ടവര്. എന്ന ആയത്ത് അള്ളാഹു റസൂലിനല്ലേ ഇറങ്ങിയത്? റസൂലിനെയാണല്ലോ അത് പ്രാവർത്തികമാക്കാൻ ഏറ്റവും ബാധ്യസ്ഥൻ. അത് മൂപ്പരിക്കാരിയാ ചെയ്തിട്ടില്ല. എന്നിട്ട് തൽക്കാലം പറഞ്ഞ് ഒപ്പിക്കുക. അള്ളാഹു റസൂൽ അത് ശരിയായ നിലക്ക് അത് പ്രാവർത്തികമാക്കി. എന്നിട്ട് എന്താ ഉള്ളത്? അള്ളാഹു റസൂൽ തന്റെ മഹത്വങ്ങൾ പറഞ്ഞു. അതാണോ തർക്കം? അതാണോ തർക്കം? റസൂലിനെ പേര് കാംക്ഷിച്ചുകൊണ്ട് റബീഉൽ അവ്വൽ മാസത്തിൽ നടത്തി വരാനുള്ള മൗലിദാഘോഷം, അതാ നമ്മളെ വിഷയം തന്നെ. അതാ വിഷയം തന്നെ. അത് റസൂൽ അടുത്ത ഈ ആയത്ത് തെളിവാക്കിയിട്ട് അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ് എന്ന ആയത്ത് തെളിവാക്കിയിട്ട് അള്ളാഹു റസൂൽ സ്വഹാബത്തിനെ പഠിപ്പിച്ചോ, എന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ റബീഉൽ അവ്വൽ മാസത്തിൽ നിങ്ങൾ ഇങ്ങനെ ആഘോഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വായിച്ചോളി. തർക്കം അവസാനിക്കും. തർക്കം തീരട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എന്ന് സ്വാഗതം പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അതിന് പ്രവൃത്തി കൂടി വേണം. അതുണ്ടോ? അത് നിങ്ങൾ കാണിക്കും. അതേപോലെ സ്വഹാബിമാരാണല്ലോ ഈ ആയത്ത് പിന്നെ കേട്ടവർ. നബി പറഞ്ഞ ഹദീസ് മുഴുവനും സ്വഹാബിമാർക്കാണല്ലോ കിട്ടിയത്. അവരാരാണ് അത് ബേസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ചെയ്തത്? ആരും ചെയ്തില്ലല്ലോ. താബിഈങ്ങൾ ചെയ്തോ? ഇല്ല. ഇനി ഇമാം ഷാഫിയോ ഇമാം അബൂ ഹനീഫയോ അവരാരെങ്കിലും ചെയ്തോ? ഒരാളും ചെയ്തില്ല. അതല്ലോ പറയേണ്ടത്. എന്നിട്ട് പരിഭാഷ നോക്കുകയാണ്, മുൻഗാമികളെ വാക്ക് നോക്കൂല, ഇമാമിങ്ങളെ കൗല നോക്കൂല. നിങ്ങൾ ഏത് ഇമാമിന്റെ കൗല എടുക്കുന്നത്? ഏത് ഇമാമിന്റെ കൗല? ഷാഫി മദ്ഹബ് എന്ന് പറയാന്നല്ലാതെ മാഫി മദ്ഹബാണ് യഥാർത്ഥം നിൽക്കുന്നത്. ഇമാം ഷാഫി റഹിമഹുല്ലാ അദ്ദേഹത്തിന് ഏത് കിതാബിലാണ് ഈ പറഞ്ഞ ആയത്ത് ഹദീസൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഈ തെളിവുണ്ടാക്കിയത്? ഇമാം ഷാഫിക്ക് വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾക്ക് അദ്ദേഹം തഫ്സീർ എഴുതിയ ധാരാളം പരാമർശങ്ങൾ പല കിതാബിലായി വന്നിട്ടില്ലേ? അദ്ദേഹത്തെ ഹദീസ് ഗ്രന്ഥമില്ലേ? അദ്ദേഹത്തിന് ഫിഖ് ഗ്രന്ഥമില്ലേ? ഏത് മേഖലയാണ് ഇമാം ഷാഫി കൈകാര്യം ചെയ്യാത്തത്? ആ മേഖലയിൽ എവിടെയാണ് അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ് എന്നോ
ബിഫദ്ലില്ലാഹി ബിറഹ്മത്തിഹി എന്നൊക്കെയുള്ള ആയത്തുകൾ വെച്ചുകൊണ്ട് ഇതൊക്കെ റസൂലുള്ളാഹിനെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് നബിദിനം ആഘോഷിക്കാൻ തെളിവാണ് എന്ന് ഇമാം ഷാഫി പഠിപ്പിച്ചോ? നിങ്ങളത് വായിച്ചോളി, അതെങ്കിലും മതി. സ്വഹാബികളില്ല, താബീകളില്ല, വേണ്ട. ഇമാം ഷാഫി ചെയ്തിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളത് വായിച്ചോളി. നിങ്ങൾക്ക് കഴിയൂല. മദ്ഹബിലെ ഇമാമിങ്ങൾ 4 പേര് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. അശ്അരി തരീഖത്തും മാതുരീദി തരീഖത്തും വിശ്വാസങ്ങൾ അംഗീകരിക്കുന്നു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അംഗീകരിക്കുന്നില്ലെങ്കിലും ആ അശ്അരി ഇമാമിന്റെയോ മാതുരീദി ഇമാമിന്റെയോ കിതാബിൽ എവിടെയെങ്കിലും ഈ അഖീദ പഠിപ്പിച്ചപ്പോ, ഈ ഉസൂൽ പഠിപ്പിച്ചപ്പോ ഈ നിലക്കുള്ള വല്ല പരാമർശവും അവിടെ പഠിപ്പിച്ചെന്നോ? നിങ്ങളെ വക ഉസൂൽ ഉണ്ടാക്കുക, നിങ്ങളെ വക ഫുറൂഅ് ഉണ്ടാക്കുക, നിങ്ങളെ വക അർത്ഥം വെക്കുക, എന്നൊരു കുറ്റം പുള്ള മുജാഹിദീങ്ങൾക്കും. യഥാർത്ഥത്തിൽ മുജാഹിദ് കൃത്യമായി പ്രമാണം അടിസ്ഥാനമാക്കി പഠിക്കുകയും അത് സമൂഹത്തെ പഠിപ്പിക്കുകയും ചെയ്യുന്ന നിലപാട് ഏത് കാലത്തും സ്വീകരിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്ത് അഭിപ്രായം ഉണ്ടാകുന്നു. നിങ്ങളുടെ അഭിപ്രായം ഇല്ല. കാരണം എന്താണ്? ഒരുത്ത എന്തിട്ട് വന്നാലും ഒക്കെ സ്വീകരിക്കും. മുടിയിൽ വന്ന് കാസിമി കൊടുന്ന് വെള്ളം മുക്കി വിറ്റപ്പോ അതിനും ആക്ഷേപിക്കാറില്ല, ചോദ്യം ചെയ്യാനാരില്ല. മറ്റേ ചങ്ങായി മുടി വന്നിട്ട് ഈ കച്ചവടം പൊളിഞ്ഞപ്പോഴാണല്ലോ നിങ്ങൾ തമ്മിൽ പ്രശ്നമാക്കിയത്. കാസിമി വിറ്റ് പൈസ ഉണ്ടാക്കിയപ്പോഴോ നിങ്ങൾ ആരും ചോദ്യം ചെയ്തോ? എന്നാൽ ഞങ്ങളതല്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ എത്ര വലിയവനാണെങ്കിലും പ്രമാണ വിരുദ്ധമായി എന്തു പറഞ്ഞാലും അവിടെ ചോദ്യം ചെയ്യാനും അത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിക്കാനും തിരുത്തിക്കുവാനും പഠിച്ചവരാണ് മുജാഹിദുകൾ. അത് മുജാഹിദികൾക്ക് കഴിയുള്ളൂ, വേറെ ആർക്കും കഴിയില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങളും ചർച്ചകളും മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടാകും. അത് പുറത്തുനിന്ന് നോക്കിക്കാണുന്ന ഒരാളെ സംബന്ധിച്ച് ഓന് ദീനും ബാധകമല്ല, ഓനാകെ ചർച്ചും പരിചയമല്ല, ഓന് മനുഷ്യന്മാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്ന ഏർപ്പാട് മാത്രമേ ഉള്ളൂ എങ്കിൽ ഓനിതൊക്കെ സ്വാഭാവികമായിട്ടും അല്ലാത്ത രൂപത്തിൽ അനുഭവപ്പെടുകയും ചെയ്യും. പിന്നെ ഏതായിരുന്നാലും മൗലിദാഘോഷം വന്നപ്പോൾ മുസ്ലിയാക്ക് തോന്നലുണ്ട് തീറ്റക്കുതിയന്മാരെ ഏർപ്പാടാണെന്നുള്ളത്. അത് മൂപ്പരെ വായിന്ന് അറിയാതെ ഒന്നും ചെയ്തു. പിന്നെ മൂപ്പരാണ്ട് ഒപ്പിക്കാൻ ഞങ്ങളൊക്കെ പറഞ്ഞ് പരിഹസിക്കുമ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാണ്. ആരെ പരിഹസിച്ചിട്ട് നിങ്ങളെ വാക്കതാ വന്നത് ഇത് തീറ്റക്കുതിയന്മാരെ ഏർപ്പാടാന്നുള്ളത്. അപ്പൊ മൂപ്പരേക്കാൻ അറിയാം അത് ഞങ്ങളെ പ്രയോഗമല്ല. അത് മാലിക്കി മദ്ഹബിന്റെ പ്രഗത്ഭനായ പണ്ഡിതൻ ഇമാം അസ്ഖലാനി ഫതുഹുൽ ബാരിയിലടക്കം ധാരാളം സ്ഥലത്ത് ഉദ്ധരിച്ച അല്ലാമ ഫാക്കിഹാനി പറഞ്ഞ വാക്കത്. അത് അക്കാലൂൻ അബത്താലൂൻ എന്ന പ്രയോഗം, തീറ്റക്കുതിയന്മാരും ഭോഷന്മാരും വശഹബത്തു നഫ്സിൻ സ്വാർത്ഥ താല്പര്യക്കാരും എന്ന വാക്ക് അത് വല്ലാത്തൊരു വാക്കാണ്. നിങ്ങൾ ഖാസിമിന്റെ വാശി പറഞ്ഞാൽ അതൊരു ആൺകുട്ടികളെ വർത്താനാവില്ലേ? ആ വർത്താനം അത് നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകും. നിങ്ങൾ റബീഉൽ വാസാണ് മാത്രമല്ലോ ഇതിന്റെ പേരിൽ തീറ്റകളെ ഏർപ്പാടുണ്ടാക്കുന്നത്. യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഈ കാലമത്രയും ഈ സമൂഹത്തെ പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ റസൂലോ സ്വഹാബത്തോ താബിഉകളോ അവരിൽ നിന്ന് ദീന് പഠിച്ച ശേഷക്കാരായ ആളുകളോ ഒരാളും തന്നെ ഈ ഒരു ആഘോഷം അവർ പഠിപ്പിക്കുകയോ അത് ദീനാണെന്ന് പറയുകയോ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. മറിച്ച് ഷിയാക്കളായ ഫാത്തിമിയാക്കൾ അഹ്ലുസുന്നയെ ധാരാളമായി ആക്ഷേപിച്ച, സുദീഖുൽ അക്ബറിനെ പരിഹസിച്ച, ഉമർ ഖത്താബിനെ ചീത്ത പറഞ്ഞ ഷിയാക്കളിൽപ്പെട്ട ഉഗ്രവാദികളായ ഫാത്തിമിയാക്കൾ അവർ തുടങ്ങി വെച്ച ഒരു 10-12 ജന്മദിനാഘോഷങ്ങൾ, സ്വന്തം രാജാവിൻ്റെത്, അലിയുടേത്, ഫാത്തിമയുടേത്, ഹസൻ ഹുസൈനിൻ്റെത്, ഇങ്ങനെ തുടങ്ങി ധാരാളം ജന്മദിനാഘോഷങ്ങൾ അവർ കൊണ്ടുവന്ന കൂട്ടത്തിൽ ഒന്ന് അവർ റസൂലുള്ളാഹിനും കൊണ്ടുവന്നു. ഒരു ന്യൂ ഇയർ ആഘോഷിച്ചിട്ടുണ്ട് ഫാത്തിമിയാക്കൾ. ഈ റബീഉൽ ആഘോഷ കൂട്ടത്തിൽ ഒരു ന്യൂ ഇയർ ആഘോഷിച്ചിട്ടുണ്ട്. അവരാണ് ശവ്വാൽ 15 പ്രത്യേക ആഘോഷം കൊണ്ടുവന്നത്. അവരാണ് റജബിൽ 1ാമത്തെ വെള്ളിയാഴ്ച പ്രത്യേക ആഘോഷം കൊണ്ടുവന്നത്. അവരാണ് റസൂലുള്ളാഹിയുടെ ജന്മദിനാഘോഷം തുടങ്ങി വെച്ചത്. അവരാണ് അലി ഫാത്തിമ ഹസൻ ഹുസൈന്റെ ജന്മദിനാഘോഷം തുടങ്ങി വെച്ചത്. അവരാണ് അവിടുത്തെ രാജാവിന്റെ ജന്മദിനാഘോഷം തുടങ്ങി വെച്ചത്. അതാണ് പിന്നെ അത് സൂഫികൾ കൈമാറി സ്വീകരിച്ച് പിന്നീട് സമസ്തക്കാർ എന്ന് വിളിക്കപ്പെടുന്ന ഈ ഖുറാഫികളായ കുബൂരികളായ ആളുകൾ ഏറ്റുവാങ്ങി സമൂഹത്തിലേക്ക് അതുമായി ഇറങ്ങിത്തിരിച്ചത്. അല്ലാതെ അതിനു മുമ്പ് മുസ്ലിം ലോകത്ത് ആദ്യ നൂറ്റാണ്ടുകളിൽ മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം നൽകിയ ഒരു ഇമാമിന്റെ കിതാബിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും കാണുക സാധ്യമല്ല. എന്നിട്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് എത്തിയപ്പോഴേക്ക് മങ്കൂസും ഷറഫ് അനാമും അടക്കമുള്ള ആരുണ്ടാക്കിയെന്നറിയാത്ത അഡ്രസ്സില്ലാത്ത ഏതോ ചില വാറോല കിതാബുമായി വന്നിട്ട് അതിലൂടെ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ഒരുപാട് കെട്ടുകഥകളും നുണക്കഥകളും എല്ലാം കുത്തിയിറക്കുകയും ചെയ്ത പിന്നെ ഇസ്ലാമികമായി ഒരു നിലക്കും ന്യായീകരിക്കാൻ കഴിയാത്ത രീതികളാണ് അതിലെല്ലാം കാണാൻ സാധിക്കുന്നത്. ഏതെല്ലാം ആണ് കൊണ്ടുവന്നു വരും. റസൂലുള്ളാഹിനെ വിളിച്ച് ദുആ ചെയ്യുന്നു, നബിയുടെ അടിമയാണെന്ന് പറയുന്നു. അബ്ദുൽ മിസ്കീൻ റസൂൽ താങ്കളുടെ സാധുവായ മിസ്കീനായ അടിമയാണ് എന്ന് നബിയോട് പറയുന്നു. നബിയോട് പാപം കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. നബി എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ലോകത്ത് എവിടുന്ന് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നബി തങ്ങൾ അറിയുന്നുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നു. പ്രവാചകനെ കള്ളക്കഥകൾ കുത്തി നിറച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് നബിയെ കൊണ്ടുപോയി അവരോധിച്ചിരിക്കുന്നു. മൗലിദ് സദസ്സുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ റൂഹ് ഹാജരാകുമെന്ന് പറയുന്നു. മാലി പോലും പറഞ്ഞല്ലോ, ആ വണ്ണം നമ്മുടെ ഖോജ റസൂലുള്ള അവരുടെ റൂഹും അവിടെ വരുന്നു. അവർ റസൂലുള്ളാഹിന്റെ റൂഹ് വരെ അവിടെ വരും എന്ന് മുഹീദ്ദീൻ മാലി കാണാൻ കഴിയും.
ഈ രൂപത്തിലുള്ള ഇസ്ലാമിന് അന്യമായ വിശ്വാസങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് പ്രവാചക സ്നേഹത്തിന്റെ മറവിൽ ഇതൊക്കെ സമൂഹത്തിൽ കൊടുക്കുന്നത്. ഒരു പേരോ മധുരല്ലേ, ഭക്ഷണം കൊടുക്കല്ലേ, സ്നേഹിക്കല്ലേ, ഇതൊന്നുമല്ല കൂട്ടർ തർക്കമുള്ള വിഷയം. നബിനെ സ്നേഹിക്കണോ സ്നേഹിക്കണ്ട, അതല്ല നമ്മൾ തർക്കിക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് ഈ വകത ഇസ്ലാമികമായി ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത കെട്ടുകഥകളും ഖുറാഫാത്തുകളും ഷിർക്കും ബിദ്അത്തും കുത്തിനിറച്ച് സമൂഹത്തിന് അത് സ്നേഹത്തിന്റെ മറവിൽ കൊടുത്തിട്ട് സമൂഹത്തിൽ നിന്ന് പണം പിടുങ്ങിയിട്ട് അക്കാലൂന ബത്താലൂൻ മുസ്ലിയാർ പറഞ്ഞ ആ തീറ്റക്കുതിയന്മാരായി മാറി സമൂഹത്തെ ചൂഷണം ചെയ്യുമ്പോൾ അത് ശരിയല്ല എന്ന് പറയാതിരിക്കാൻ ഒരു മുസ്ലിമിന് കഴിയില്ല. അത് അല്ലാമ ഫാക്കിഹാനി പറഞ്ഞു, ശേഷമുള്ള പലരും പറഞ്ഞു, ഇബ്നുൽ ഹജ്ജ് റഹിമഹുല്ലാഹ് പറഞ്ഞു, സുയൂത്തി പോലും ബിദ്അത്തുൻ ഹസനയാണ് എന്ന് പറഞ്ഞ സുയൂത്തി പോലും നിങ്ങൾ പറഞ്ഞ മൗലിദിനെ പറ്റി ആ അംഗീകാരം പോലും കൊടുത്തിട്ടില്ല. ആരാണ് ന്യായീകരിച്ചവർ? ഒരാളും ന്യായീകരിച്ചിട്ടില്ല. എന്നിട്ട് ഷിയാക്കളെ ഏർപ്പാടും കൊണ്ടുവന്നിട്ട് അത് മുസ്ലിമീങ്ങളെ ഉള്ളിലേക്ക് പ്രചരിപ്പിച്ച് മുസ്ലിമീങ്ങളെ കൊണ്ട് അതിലേക്ക് കൊണ്ടുവരിക്കാനാണ് ശ്രമിക്കുന്നത്. എന്നിട്ട് ഇപ്പൊ അവസാനം ഇപ്പൊ മുസ്ലിയാരെ വാദം എന്താ? അത് ഈ ബിദ്അത്തൊക്കെ ചെയ്യാന്ന് മാത്രമല്ല, ഈ ബിദ്അത്ത് ഇബാദത്തായി പരിചയപ്പെടുത്തി ആ ഇബാദത്തിൽ റസൂലാനെ പൊരുത്തം ആഗ്രഹിക്കും ചെയ്യാനാ. അത് അതിലും വലിയ അപകടമല്ലേ? റസൂലാനെ പൊരുത്തം ആഗ്രഹിക്കുക. അപ്പൊ അള്ളാന്റെ വചനു വേണ്ടി മാത്രമല്ല. ഞാനിപ്പോ നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഏതായാലും നിങ്ങൾ നെയ്യത്ത് ചെറിയ മാറ്റം വരുത്തേണ്ടി വരും. മുസല്ലി ഫളല്ലൂഹി നിങ്ങൾ ചൊല്ലി പറയണ്ടല്ലോ. അവിടെ ലില്ലാഹി തആല അല്ലാഹു തആലാക്ക് വേണ്ടി, ഇനിയിപ്പോ അള്ളാഹ്ക്കും റസൂലിനും കൂടി വേണ്ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നോമ്പിന്റെ നെയ്യത്ത് നിങ്ങൾ പറയുമ്പോ എന്താ നവൈത്തു സൗമ ഗദിൻ എന്ന് പറഞ്ഞ് ചൊല്ലി കൊടുക്കുന്നുണ്ടല്ലോ. അതെന്താ ലില്ലാഹി തആല? അതെന്തേ അവിടെ ലില്ലാഹി വ റസൂലിഹി എന്ന് പറയാത്തത്? അപ്പൊ നബിദിനാഘോഷത്തിന് മാത്രമേ ഏർപ്പാടുള്ളത്? അള്ളാന്റെ പ്രീതിക്ക് വേണ്ടി, അള്ളാന്റെ റിളക്ക് വേണ്ടി, അവന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യാനായി ഇസ്ലാം ഇബാദത്തിനെ കുറിച്ച് പഠിപ്പിച്ചതിനെ. അതിന്റെ അസുലത ഏത് വിഭാഗത്തും സ്വീകരിക്കണോ അള്ളാന്റെ വജഹിന് വേണ്ടി ആയിരിക്കണം എന്നാ. അല്ലെങ്കിൽ കഴിഞ്ഞു. അല്ലെങ്കിൽ അതുകൊണ്ട് റിയാവ് പോലും ചെറിയ ശിർക്കിന് പരിചയപ്പെടുത്തി ലോകമാന്യം പോലും മറ്റൊരാൾ കാണാൻ വേണ്ടി ചെയ്താൽ അതും കൂടി ചെറിയ ശിർക്കാണെന്ന് പരിചയപ്പെടുത്തിയ ഒരു പ്രവാചകന്റെ ഉമ്മത്തെ നമ്മൾ അത് മുസ്ലിം മറക്കാൻ പാടില്ല. മുജാഹിദീങ്ങളെ തോൽപ്പിക്കാനും ഓരെ കുതിര കയറാനും വേണ്ടി എന്തും പറഞ്ഞ കൂട്ടത്തിൽ ദീനാ പോയുള്ളത്. നിങ്ങൾ തമ്മിൽ അതേ പ്രതീക്ഷിച്ചുള്ളൂ. എംതിദാലുണ്ടല്ലോ ലൈനില്, അയാൾ ഹിദ്ന സിറാത്തുൽ മുസ്തഖീം മൊയ്തീൻ ശൈഖിനോട് പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ മനുഷ്യനാ. പിന്നെ അയാൾ ഇതിനപ്പുറം പറയുന്നത് നമുക്ക് ഉറപ്പല്ലേ? ഹിദ്ന സിറാത്തുൽ മുസ്തഖീം ഇന്നിപ്പോ തൊട്ട് മുമ്പ് വിശ്വാസിച്ചപ്പോഴും പറഞ്ഞു പോന്നു അള്ളാഹിനോട്. ആ ഹിദ്ന സിറാത്തുൽ മുസ്തഖീം മൊയ്തീൻ ശൈഖ് സൃഷ്ടാവെല്ലാം വിശ്വസിച്ചുകൊണ്ട് ശൈഖിനോട് പറഞ്ഞാൽ അതിന് ശിർക്കല്ല എന്ന് പറഞ്ഞ ആൾക്ക് പിന്നെ റസൂലുള്ളാഹിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ഇബാദത്ത് ശിർക്കല്ല പറയാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. ഇനി അങ്ങനെ പറഞ്ഞ് ഇത് വിശ്വസിച്ച മനുഷ്യന്മാര് അവസാനം ഏത് അങ്ങേ തലക്കിലാണ് ശിർക്കിന്റെ ഏത് ചളിക്കുഴിയിലാണ് ചെന്ന് വീഴുക എന്നുള്ളത് നമ്മളിപ്പോ കാണും ചെയ്ത സമൂഹത്തിന്. അതുകൊണ്ട് ഈ വക ശൈലികൾ നല്ലതല്ല എന്നാണ് മുസ്ലിം പറയാനുള്ളത്. അതിനാൽ റസൂലുള്ളാഹിനെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ഇനി മൗലിദാഘോഷം എന്നല്ല ഏത് ഇബാദത്ത് ചെയ്താലും അതൊക്കെ ശിർക്ക് തന്നെ. മൗലിദാഘോഷമാകുമ്പോൾ റസൂലുള്ളാഹിനെ പൊരുത്തല്ല അള്ളാഹിനെ പൊരുത്തം തന്നെ ആഗ്രഹിച്ച് ചെയ്താലും ബിദ്അത്തുമാണ്. ഒരാൾ റസൂലുള്ളാഹിനെ പൊരുത്തം ആഗ്രഹിച്ചിട്ടില്ല, അള്ളാഹിനെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചിട്ടില്ല, എന്നാൽ പോലും നബിദിനാഘോഷം ബിദ്അത്താണ്, അത് ഹറാമാണ്. അതിന്റെ ഭാഗമായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന വരികളിൽ പച്ചയായ ശിർക്കുണ്ട്, അതേപോലെ ശുദ്ധമായ കളവുകളുണ്ട്, കൃത്യമായ അന്ധവിശ്വാസങ്ങളുണ്ട്. ആ വക എല്ലാം കുത്തി നിറച്ച ജൂതന്മാർ പ്രചരിപ്പിച്ച ഷിയാക്കൾ കൊണ്ടുവന്ന അത് സൂഫികൾ ഏറ്റെടുത്ത അത് പിന്നീട് സമസ്തക്കാർ അവരിൽ നിന്ന് വാങ്ങി തങ്ങളുടെ ശാപ്പാട്ടിന് വേണ്ടി, തങ്ങളുടെ തീറ്റ കൊതി നിലനിർത്താൻ വേണ്ടി അവർ അത് ദുരുപയോഗം ചെയ്തു എന്നല്ലാതെ മുസ്ലിം ലോകത്ത് ഇതൊരു യാതൊരു ബന്ധവുമില്ല. മുസ്ലിമുകൾക്ക് ഇത് പരിചയമില്ല, സ്വഹാബത്തിനും പരിചയമില്ല, താബികൾക്കും പരിചയമില്ല, മദ്ഹബിലെ ഇമാമിങ്ങൾക്കും പരിചയമില്ല. ആ നിലക്ക് മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം നൽകിയ ആധികാരികരായ പണ്ഡിതന്മാരോ ഇമാമിയങ്ങളോ ഉലമാക്കളോ ഫുഖഹാക്കളോ മുഹദ്ദിസുകളോ മുഫസ്സിറുകളോ അവർക്ക് ആർക്കും ഇത് പരിചയമില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുപാട് ഗ്രന്ഥങ്ങൾ മുസ്ലിം ലോകത്ത് ആദ്യകാലങ്ങളിൽ രചിക്കപ്പെട്ടെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട പരാമർശം ആദ്യകാലങ്ങളിൽ കാണുക സാധ്യമല്ല. അതുകൊണ്ട് എന്റെ സഹോദരന്മാരായ മുസ്ലിയാക്കന്മാർ വാശി ഒഴിവാക്കി ഹക്ക് മനസ്സിലാക്കി ആ ശരിയായ രീതിയിലേക്ക് വരണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. എന്തിനാണ് ഇസ്ലാമിനെ ഇല്ലാത്ത ആചരണം കൊണ്ടുവരുന്നത്? ദീൻ അല്ലാഹ് പൂർത്തിയാക്കിയതല്ലേ, ആ പൂർത്തിയാക്കിയ മതത്തിൽ നിൽക്കുക, അതിൽ കൂട്ടിച്ചേർക്കേണ്ട. അതിൽ പെട്ടതും പെടാത്തതും അതിൽ പെട്ടതും ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? പെടാത്തൽ ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. മാലൈസ മിൻഹു ഇല്ലാത്തത് അപ്പൊ ഉള്ളത് ഉണ്ടാക്കാറ്. ഉള്ളത് എന്തിനാ ഉണ്ടാക്കേണ്ടത്? ഉള്ളത് അവിടെ ഉള്ളതല്ലേ. അപ്പൊ ഇല്ലാത്ത ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത് അത് ഒഴിവാക്കിയിട്ട് ആ ഉള്ളതിലേക്ക് മടങ്ങുക, പ്രമാണങ്ങളിലേക്ക് മടങ്ങുക, മുൻഗാമികൾ ഏതൊക്കെയാണ് വിശദീകരിച്ചത് അതിലേക്ക് മടങ്ങുക. ഒരു ചുരുങ്ങിയ പക്ഷം ഒരു പരിഭാഷയും വായിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിഷയാവതരണം രണ്ട് വിഭാഗത്തിൽ നിന്നും അവസാനിച്ചിട്ടുണ്ട്.